സുഖമാണെന്ന് ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ എൻ്റെ കയ്യിലല്ല ഫോൺ പിടിച്ചിരിക്കുന്നത്. എൻ്റെ സ്പെഷ്യൽ ഒരു ഗസ്റ്റ് ഉണ്ട്, കുറേയേറെ വർഷത്തെ ഒരു കൂട്ടുകാരനാണ്. അവൻ നാട്ടിലെത്തിയിരിക്കുന്നത്. അവന് മലയാളം അറിയുമെന്നുള്ളൊരു വലിയ ചോദ്യം നിങ്ങൾ ചോദിക്കുന്നില്ലായിരിക്കും, പക്ഷെ ഞാൻ തന്നെ ചോദിക്കുകയാണ്. അവന് മലയാളം അറിയില്ല. അവൻ ക്യാമറയുടെ പുറകിരിക്കുന്നു. അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അവൻ്റെ പേര് മുകേഷ്. അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അവന് മലയാളം അറിയില്ല. കുछ बोलेगा ऐसे बोल क्या बोलना है? नाम तो बता ही दिया. അവൻ പറഞ്ഞ അവന്റെ പേര് പറഞ്ഞില്ല, നീ എന്ത് പറയാനാണ് അവൻ പറയുന്നത്. എന്തായാലും അവനുമായിട്ട് നമുക്ക് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് കറക്കാം. അവൻ ഇതുവരെ വന്നിരിക്കുന്നതാണ്, കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഇനി നമുക്കൊന്ന് കറക്കാതെ വരുന്നത് ശരിയല്ല. അതുകൊണ്ട് ഒന്നെങ്കിൽ അവന്റെ തല കറങ്ങും, അല്ലെങ്കിൽ ഞാൻ കറക്കും. എന്തെങ്കിലും നടക്കുന്നു. നമുക്ക് എന്തായാലും ആദ്യം വണ്ടി പോയി എടുക്കാം. ഇപ്പൊ വീട്ടിൽ ബൈക്ക് മാത്രമേ ഉള്ളൂ. ബൈക്കുമായിട്ട് പോയിട്ട് വണ്ടി വെക്കുക, കൂട്ടുകാരെ മേടിക്കുക. പിന്നെ നമുക്ക് എവിടെയെങ്കിലൊക്കെ പോവാം. മഴ അടക്കുക. മഴയത്താണ് ഇവൻ വന്നത്, അത് വേറെ കാര്യം. ചലോ പോവാം. ശരി. അവനെന്തായാലും ക്യാമറ മുമ്പിൽ വരത്തില്ല കേട്ടോ, മോസ്റ്റ്ലി എന്നെ കാണത്തുള്ളൂ. ബോയ്സ്, അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുത്തു. ഇനി ആലപ്പുഴയിൽ അവനെ ചുറ്റി കാണിക്കുക, ചുറ്റി കറക്കണം. എവിടെ പോകുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഐഡിയ ഒന്നും ഇല്ല. എന്തായാലും നമുക്ക് പോകുന്ന വഴി എന്തെങ്കിലും കാണും, അതൊക്കെ കാണിച്ച് അവൻ എന്തെങ്കിലും കൊണ്ടുവന്ന് മനസ്സിലാക്കിപ്പിക്കുക. കാണാനേ കുറേ ഉണ്ട്. ഹൗസ് ബോട്ടിൽ കയറാൻ ഇവന് ഓൾറെഡി ലേറ്റ് ആയി. ഇവൻ എന്താണ് കോഴിക്കോട് ഒരു കല്യാണത്തിന് കയറി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക. അപ്പം ഓൾറെഡി ഉച്ചയായപ്പോഴാണ് എത്തിയത്. അതാ ടാസ്ക്. പക്ഷേ രാവിലേക്ക് ആയിരുന്നു ഞാൻ ഹൗസ് ബോട്ടൊക്കെ സെറ്റാക്കി ഹൗസ് ബോട്ടിലൊക്കെ കയറ്റിക്കായിരുന്നു. എന്തായാലും ഈ സമയത്തിന് ഹൗസ് ബോട്ടിൽ കയറ്റാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, രാത്രിത്തേക്ക് മാത്രം. അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഹൗസ് ബോട്ട് അവിടെ വെള്ളത്തിൽ പോകുന്ന ദൂരത്തോടെ കാണിക്കാം. വോയിസ് എന്തെങ്കിലുമൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിരിക്കും. നല്ലൊരു ദിവസം കൊടുത്തിരിക്കും നമ്മൾ, ഉറപ്പാണ്. എത്ര ചിലവാക്കേണ്ടി വന്നാലും ചിലവാക്കാൻ വല്ലതും കിട്ടിയ. ഞാൻ ഫസ്റ്റ് സ്പോട്ട് കൊണ്ടുവന്നിരിക്കുന്ന സ്പോട്ട് കണ്ടോ? 2 വെള്ളത്തിന് നടുക്ക് ഒരു റോഡ് പോകുന്നു. സത്യം പറയുകയാണെങ്കിൽ ഇത് മറ്റേ നെല്ലിൻ്റെ കൃഷിപ്പാടങ്ങളാണെന്നാണ് എൻ്റെ സഫിസ്റ്റിക്കേറ്റഡ് നോളജ് വെച്ച് എനിക്ക് മനസ്സിലാകുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ 2 ഇതായിരിക്കും. വെള്ളത്തിന് ആഴം ഇല്ലെന്ന് എനിക്ക് തോന്നുന്ന. എന്നാൽ ഇവൻ്റെയൊക്കെ ഞാനിത് പറയാൻ പോകുന്നത് ഇത് 2ഉം ഈ നെൽകൃഷിയുടെ ഭൂമികളാണെന്നാണ്. അല്ലെങ്കിൽ എല്ലാം അവന് മനസ്സിലാകാൻ പോകുന്നില്ലല്ലോ, ഈ പറയുന്ന പോലും മനസ്സിലാകുന്നില്ല. എന്തായാലും ഹൗ ഡു യു തിങ്ക്? ഹൗ ഇസ് ദ വ്യൂ? This is amazing, honestly. Like the first spot. Yeah, I had not expected anything like this ever. Kanda. This is a surprise for me. I mean, this is for the first time I am at such a place. Scenery കാണിച്ച് ഞാൻ അവനെ മെസ്മറൈസ് No, I was just thinking you will take me to some random place. അവന് വിശ്വാസമില്ലായിരുന്നു കേട്ടാ. ഫസ്റ്റ് സ്പോട്ട് കൊള്ളാം. സെക്കൻഡ് ഒക്കെ നമുക്ക് ദൈവത്തിന്റെ വിളിയില്ല. ഇപ്പൊ കിരീട്ടാവും കുറച്ച് കഴിയുമ്പോൾ. ഇവിടെ വരെ കുറച്ച് സമയം. Because I have been here last time, na. I thought what is different that I am gonna see. ഞാൻ എൻ്റെ കൂട്ടുകാരനായിട്ട് വെറുതെ ഇറങ്ങിയതായിരുന്നു. ഇപ്പം വെറുതെ ഫോട്ടോ എടുക്കാം. ഹായ്, സ്ഥലം എവിടെയാ? കളിച്ചുവാങ്ങര. ചേർത്തല തന്നെ. ഞാൻ വെറുതെ ഇവനായിട്ട് ഇറങ്ങിയത്. ഇവൻ രാവിലെ വന്നേ ഉള്ളായിരുന്നു. അപ്പോൾ നടക്കണ്ടെന്ന്. ശരി, അവനെ ഞാൻ ബോട്ടിൽ കൊണ്ടുപോയാനെ. ഇപ്പം എന്തായാലും ലേറ്റ് ആവും. എന്തായാലും നമുക്ക് വണ്ടി ഇതൊക്കെ എൻജോയ് ചെയ്യട്ടെ. And yeah, this is how it has been parked. Almost. അത് ഓൾമോസ്റ്റ് ഇനി അങ്ങോട്ട് സ്ഥലമില്ല, അങ്ങോട്ട് വെള്ളമാണ് ഉള്ളത്. വണ്ടി കൊണ്ട് വിട്ടിരിക്കുക. ഇവിടുത്തെ കാല് വെച്ച വെള്ളമാണ്. വെള്ളം ഇങ്ങോട്ട് 2 വണ്ടിക്ക് പോകാൻ ഏകദേശം സ്ഥലം. പിന്നെ നമുക്ക് പോള കാണിക്കാം. പോള എൻ്റെ അറിവ് വെച്ച് ഇത് ഈ പൂവിൻ്റെ ഖൂബ്സൂരത്ത എന്താണ് പറയുന്നത്, പൂവിൻ്റെ എന്തുവാണ്, പൂവിൻ്റെ സുന്ദരത കാരണം ഏതോ ഒരു ബ്രിട്ടീഷുകാരി അല്ലെ ഏതോ ഒരാൾ പണ്ട്, ഇത് കേട്ട കേൾവിയാളോ യഥാർത്ഥ കേൾവിയാളോ കരുതില്ല, പണ്ട് ആരോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ കൊണ്ട് ഇട്ടു, പിന്നെ പെരുകി എന്നുള്ള ആശയമാക്കി. മനസ്സിലായില്ല. ഇത് കൊള്ളത്തില്ല, എന്നാലും ഇവിടെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പോകുന്ന അറിയത്തില്ല, എന്തായാലും കാണും ഇവിടെ. ഇനി ജന്മകാലം പിള്ളേർ കാണും. അവനൊന്നും മനസ്സിലായില്ല, എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫസ്റ്റ് സ്പോട്ട് അവനെ കാണിച്ചിരിക്കുകയാണ്. ഇനി വേറെ ഏതെങ്കിലും സ്പോട്ട് നമുക്ക് മുമ്പിലോട്ട് പോകുമ്പം ഒരു കള്ളുഷാപ്പുണ്ട്. കള്ളുഷാപ്പിൽ കൊണ്ട് അവനെ കുടിപ്പിച്ച് കിടത്തണ്ട. അറ്റ്ലീസ്റ്റ് വല്ല ഇവനും ഇറച്ചിയൊന്നും അങ്ങനെ വല്ലതായിട്ട് കഴിക്കത്തില്ല. കഴിക്കുന്ന ഇറച്ചികൾ വല്ലതും മേടിച്ചു കൊടുക്കാം. പിന്നെ നോക്കട്ടെ, കള്ളുഷാപ്പിൻ്റെ ടേസ്റ്റ് കൊള്ളത്തില്ലെങ്കിൽ അത് തീരുമാനമാവും. അവിടെ ഉണ്ട്, എന്നാൽ ആ ഭാഗത്തോട്ട് പോയി നോക്കാം. ഇരുട്ടി ഓൾറെഡി. ബോയ്സ്, ഏത് വഴി മാറി ഞാൻ ഏതൊരു ഉൾഗ്രാമത്തിലെത്തിയിരിക്കുകയാണ്. ഒരു കാറിന് മാത്രം പോകാനുള്ള സ്ഥലം. എന്റെ പുറകിൽ കുറെ സ്കൂട്ടി ആൾക്കാർ മുമ്പിലോട്ട് പോകരുത്തില്ല. എനിക്ക് ഞാൻ മുമ്പിലുള്ളതുകൊണ്ട് ഇത് ഏത് വഴിയുടെ ഞാൻ ഉദ്ദേശിച്ച വഴി ഇതല്ലല്ലോ. ഇത് ഞാൻ ഈ നാട്ടുകാരനല്ല കേട്ടാ. ഓ പെട്ട് സ്ഥലമൊന്നും പറയുന്നില്ല. ഇതെന്ത് ഒരു വാഗ്നറൊക്കെ ഉണ്ട്. I20 കാണുന്നില്ല കേട്ടാ. കുറച്ചുകൂടി വലിപ്പമാണ് ഈ വണ്ടി. ഇതൊക്കെ പോകുന്നില്ല. എവിടോട്ടാണ് അവനെ കൊണ്ടുപോയി വല്ല കുറച്ച് ഇറച്ചി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. ഇതൊക്കെ എന്ത് ഷാർപ്പ്. ഇനി വഴി കിട്ടി കേട്ടോ. ഈ വഴി ചിലപ്പോ കുഴപ്പമില്ല. ആകെ അവൻ ഞാനിപ്പോ ഒരു സെക്കൻഡ് സ്പോട്ടിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ റോഡ് മുമ്പിലോട്ട് എത്തിയിട്ട് അവിടെ തീർന്നു പോകും. പിന്നെ അത് ഞാൻ ഇവിടെ ഒരു വേറെ കള്ള് ഷാപ്പ് കൂടി ഉണ്ട്. അവിടെ എന്തെങ്കിലും വല്ല കഴിപ്പിച്ച് കൊടുക്കുക. അവിടുത്തെ ടേസ്റ്റ് കൊള്ളാന്നറിയില്ല. ബോയ്സ്, ഫസ്റ്റ് റോഡിന്റെ ഡെഡ് എൻഡ് കാണിച്ചു കൊടുക്കുകയാണ് അവന്. സാധാരണ റോഡൊക്കെ എവിടെയെങ്കിലും വളഞ്ഞു കഴിഞ്ഞ് പോകുന്ന ഇത് ഒരു ഭാഗത്തെത്തിയിട്ട് നിന്ന് പോയി. എന്നുവെച്ചാൽ അവൻ്റെ ലൈഫിൽ ആദ്യത്തെ ഡെഡ് എൻഡാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ വെള്ളമാണ്. കാണിച്ചു തരാം. നിങ്ങൾക്കറിയാവുന്ന ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല, എനിക്ക് ഓർമ്മയില്ല. ഇത് കണ്ട ബോയ്സ്, റോഡ് തീർന്നു. ബോയ്സ്, ഇവൻ്റെക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇത് മറ്റേ നെൽപ്പാടങ്ങളാണ്. പക്ഷെ അവനിത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നത് നെൽപ്പാടം എങ്ങനെയാണെന്ന്. പിന്നെ ഞാൻ കാണിച്ചു കൊടുത്തത് അവിടെ ആയിട്ട് കായലുണ്ട്, അത് കായലാണെന്ന്.
അതും ഇതുമായിട്ട് അവനൊരു വ്യത്യാസം മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ കാണിച്ചിട്ട് അവിടെ പിന്നെ ഈ പോസ്റ്റൊക്കെ ഉള്ളത് പിന്നെ നെല്ലിൽ കൂടി പോകുന്നതാണെന്ന്. അതാണ് ഡൗട്ടാണ്. നിനക്കിപ്പോഴും ഡൗട്ടില്ലേ? അവൻ എന്ന് പറയുന്നത് അവനത് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവൻ മുങ്ങി പോകുന്നു. ഇതിൽ അവനെ നമുക്ക് ആ ഷാപ്പിനോട് കൊണ്ടുപോകാം. ബോയ്സ് അപ്പം അവനായിട്ട് ഞാൻ ആ ബോട്ട് കാണുന്നില്ല, ആ ബോട്ടിലാണ് എന്താണ് ഇവിടുത്തെ നല്ല അറിയാം കൊള്ളാ വെള്ളത്തിലേന്ന് അടിച്ചിട്ട് എന്തായാലും അവന് ഇഷ്ടമുള്ള പോലെ മേടിച്ചു കൊടുക്കും. Sorry, let's go. സറി ബോയ്സ് അപ്പോൾ ഇതാണ് കട. നമ്മളത് ആ ബോട്ടിൽ ഇരുന്ന് കഴിക്കും. ബോയ്സ് അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. കപ്പലിനകത്തല്ല, വള്ളത്തിനകത്ത്. കള്ളപ്പവും പിന്നെ ചിക്കനും പിന്നെ എനിക്ക് വല്ലതായിട്ട് കഴിക്കണം, വീട്ടിൽ നിന്ന് കഴിച്ചിറങ്ങിയത്. ബോയ്സ് ഇത് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. കള്ളപ്പം ഇത് കുറച്ച് മധുരം കാണുമായിരിക്കും, പിന്നെ ചിക്കൻ്റെ ഗ്രേവിക്ക് കുറച്ച് എരിവും. എങ്ങനെയുണ്ട്? Cafe different. കുറെ ഡിഫറെന്റ് ആണെന്ന് അത് ഇഷ്ടപ്പെട്ടിരുന്നു. അച്ഛല്ല കാണാൻ പകരം अच्छा है. കൊള്ളാം. നമുക്കത് മതി. ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന തുടങ്ങിയ ടാസ്ക് ആയിരിക്കും, ഉൾഗ്രാമത്തിൽ കൂടി കയറി വന്നു. അപ്പൊ എന്തായാലും നമുക്ക് തിരിച്ച് എവിടോട്ടെങ്കിലും ഒക്കെ പോവാം. ഇനി രാത്രി ആയതുകൊണ്ട് വെറുതെ കുറച്ച് നേരം ഡ്രൈവ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. ഇവനെ ഡ്രൈവ് ചെയ്ത് രാത്രിയിൽ ഇരുട്ട് കുറച്ച് കാണിച്ചു കൊടുക്കും. നീ എങ്ങോട്ട് കാണിക്കാൻ? ഇനി ആലപ്പുഴയിൽ വല്ലതായിട്ടില്ല, വേറെ എവിടെയെങ്കിലൊക്കെ ഓടിച്ചു പോകേണ്ടി വരും. ഇവനാണ് ഇനി ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനെന്തായാലും വീട്ടിലെത്തി. വീടിന് മുമ്പില് ഈ നോൺ എക്സിസ്റ്റന്റ് ആയ കേരളത്തിലെ നൈറ്റ് ലൈഫ് അവനെ കാണിപ്പിക്കാൻ പോകുകയാണ് ഞാൻ. അവന്റെ ബാഗും പിന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. അവൻ ഇത് കഴിഞ്ഞിട്ട് കോയമ്പത്തൂരായിരുന്നു പോകേണ്ടത്. അപ്പൊ ഒന്നെങ്കിൽ കോയമ്പത്തൂർ ഞാൻ കൊണ്ടാക്കും, അല്ലെങ്കിൽ അവനെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാക്കിയേക്കാം. അങ്ങനെയാണ് പോകാൻ പോകുന്നത്. എന്തായാലും എന്റെ വീട്ടിലോട്ട് ഒന്ന് ഫ്രഷ് ഒക്കെ ആകാൻ പോയിരിക്കാൻ പോരും. അപ്പൊ എങ്ങനെയുണ്ട് ആലപ്പുഴ വന്നിട്ട്? നിനക്ക് എല്ലാം ഞാൻ ഇവനെ കാണിക്കാൻ പറ്റിയില്ല, അതൊരു ഇതാണ്. ഇപ്പൊ രാത്രിയിൽ മഴയത്ത് ഇവനെ ഞാൻ നൈറ്റ് ഡ്രൈവിന് കൊണ്ടുപോവുകയാണ്. നൈറ്റ് ഡ്രൈവില് എങ്ങോട്ട് കൊണ്ടുപോകുന്ന ഇവൻ എന്തായാലും കോയമ്പത്തൂർ പോകണം. അപ്പൊ ഞാൻ വിചാരിച്ച് കുറച്ച് രാത്രി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവൻ ഇന്നലെ പോകാൻ പറ്റിയില്ല അവന്. അപ്പം എന്തായാലും അവിടെ സമയത്ത് എത്തണമെന്നുണ്ട്. പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു കുറച്ച് ഡിസ്റ്റൻസ് എത്തിച്ചിട്ട് ഒന്നെങ്കിൽ അവിടെ വിടാം, പിന്നെ ഇന്ന് രാത്രി എവിടെയെങ്കിലുമൊക്കെ നോക്കിയിട്ട് നാളെ രാവിലത്തേക്കാണ് ചിലപ്പോൾ പോവുമായിരിക്കും. അല്ല എന്തായാലും നമുക്ക് നോക്കാം. എന്ത് മഴയാണെന്ന് നോക്കിയേ. വഴിയിലൊന്നും ആൾക്കാർ പോലും ഇല്ല, വെറുതെ ഓടിച്ചു കിടക്കാൻ അതിനകത്ത്. നൈസാണ്. പക്ഷെ മിക്ക കടകളൊക്കെ അടച്ചിട. ഞാൻ ഓൾറെഡി നല്ലതായിട്ട് ലേറ്റ് ആയെന്ന് തോന്നുന്നു. ചെറിയ കടകളുണ്ടായിരുന്ന വല്ല തട്ടിയുടെ കയറായിരുന്നു. ഇപ്പം നല്ല മഴയെന്ന് വെച്ചാൽ കാണാൻ പോലും വരുന്നത് എനിക്ക് വഴി പോയി. എന്തായാലും ഒന്നും കിട്ടിയില്ലെങ്കിൽ വെറുതെ ഇവനെ ഡ്രൈവ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഞാൻ ബ്ലോഗിനകത്ത് കാണിക്കും. അപ്പൊ നമ്മൾ ഡിസ്ട്രിക്ട് 7 എത്തി ബോയ്സ്. ഡിസ്ട്രിക്ട് 7 നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അവന് ഞാൻ രാത്രിയും കേരളം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുക്കത്തെ വിശപ്പുണ്ട്. ഫൈനലി എന്തെങ്കിലും ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇറങ്ങട്ടെ ബോയ്സ്. അവന് വേണ്ടി അവനൊന്നും കഴിക്കുന്നില്ല, അപ്പൊ അവന് വേണ്ടി ഒരു ജ്യൂസാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയാനുണ്ടോ. വെറൈറ്റിയാണ്, നല്ല വെണ്ണയൊക്കെ ഇട്ടിട്ടുണ്ട് പൊക്കത്ത്. കുടിച്ചു നോക്കിയെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. Coconut and ghee. കോക്കനട്ട് ആൻഡ് ഗീ. Yeah. കോക്കനട്ട് ആൻഡ് ഗീ इसका ആണ്. नाम भी तो क्या है? It's coconut colada something. Coconut cream colada. കോക്കനട്ട് ക്രീം കൊലാഡ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ മേടിച്ചത്. ഞാൻ എനിക്ക് വേണ്ടി ഒരു ബർഗറാണ് എടുത്തിരിക്കുന്നത്. വേറെ ഒന്നും ഈ സമയത്ത് കിട്ടുന്നില്ല. ചീസി ബർഗറാണ്. ചീസി ബർഗറാണ്, നല്ല ചീസിയാണ്. കുറച്ചൊരു ഓടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് റൂം തപ്പേണ്ടി വരും. എന്നിട്ട് നാളെ രാവിലത്തേക്ക് ഒന്നെങ്കിൽ അവനെയും കൊണ്ട് കോയമ്പത്തൂർക്ക് പോകും. എന്തായാലും നാളെ രാവിലെ അറിയാം. ഞാൻ കോയമ്പത്തൂർ ഉണ്ട് കേട്ടോ നാളെ. ഇവൻ്റെ ചോദിക്കാൻ മനസ്സിലാകുന്നില്ല, ഹിന്ദി ചോദിക്കേണ്ടി വരും. കോയമ്പത്തൂരിലേക്ക് जाऊं मैं? वही मैं बोल रहा हूँ कि डिसाइड कर ले, काफी लॉन्ग ड्राइव करना पड़ेगा. നമ്മൾ ലോങ് ഡ്രൈവ് ആണ്. ഞാൻ 24 hours കാർ ചാലഞ്ചിന് വെറുതെ ഓടിച്ചുകൊണ്ട് പോയത് കോയമ്പത്തൂർ. ഞാൻ നാളെ നോക്കാം.